നാട്ടിലേക്കുള്ള യാത്രയിൽ കാണാതായ സൈനികനായുള്ള അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സംഘം ഇന്ന് പുനെയിലേക്ക് തിരിക്കും. പുനെയിലെ ആർമി സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിലേക്ക് പുറപ്പെട്ട എരഞ്ഞിക്കൽ സ്വദേശി സുരേഷിന്റെ മകൻ വിഷ്ണുവിനെ കഴിഞ്ഞ 17-ാം തീയതി മുതലാണ് കാണാതായത്. അന്ന് പുലർച്ചെ അമ്മയ്ക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് ഇവർക്ക് അവസാനമായി കിട്ടിയ ഒരു ആശയവിനിമയം. സൈനികനായ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് എ കെ അഭിലാഷ്. വിഷ്ണു എവിടേക്ക് പോകാനാണ് സാധ്യത? കുടുംബം ആ രീതിയിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞോ? ഈ 17-ാം തീയതി മുതലാണ് വിഷ്ണുവിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിക്കാതിരുന്നത്. കാരണം അന്ന് പുലർച്ചെ 2:16 ഒരു വാട്സപ്പ് സന്ദേശം അമ്മയുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അമ്മയെ ഞാൻ കണ്ണൂരിലെത്തി, രാവിലെ 5:30 നാട്ടിലെത്തും എന്നൊരു സന്ദേശമാണ് ലഭിച്ചത്. പക്ഷേ അതിനുശേഷം ഒരു വിവരവുമില്ല. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് വിഷ്ണു പൂനെയിൽ നിന്ന് പോന്നിട്ടില്ല എന്നാണ്. അതോടൊപ്പം തന്നെ വിഷ്ണു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാപ്പി കുടിച്ചതിൻ്റെയും അതോടൊപ്പം തന്നെ അവിടെയുള്ള ATM കൗണ്ടറിൽ നിന്ന് പണം പിൻവലിച്ചതിൻ്റെയും രേഖകൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് വിഷ്ണു എവിടെ, അതായത് ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ സംഘം പൂനെയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വിഷ്ണുവിൻ്റെ പിതാവ് സുരേഷ് നമുക്കിപ്പം ചെയ്തിട്ടുണ്ട്. എന്താണ് വിഷ്ണുവിനെ കുറിച്ച് അവസാനമായി ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? അവസാനമായി ലഭിച്ചത് ഇന്നലെ പറഞ്ഞ മാതിരി തന്നെയുള്ള 17-ാം തീയതി ആ ഒരു വോയിസ് മെസ്സേജ് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ യാതൊരു ഇതും കിട്ടിയിട്ടില്ല. സാധാരണ ഇതിൽ വിഷ്ണു ഇങ്ങനെ എവിടെയെങ്കിലും പറയാതെ പോകാറൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ പതിവില്ല. എവിടെ പോവുകയാണെങ്കിലും അമ്മേനെ വിളിച്ച് പറയുക, അല്ല എന്നെ വിളിച്ച് പറയുകയും ചെയ്യും. ഏത് ട്രെയിനിലാണ് വരുന്നത് അല്ലെങ്കിൽ പ്ലെയിനിൽ വരികയാണെങ്കിൽ അതും പറയാറുണ്ട്. പിതാവുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഇത് അമ്മയോട് മാത്രമാണോ സംസാരിച്ചിരുന്നത്? ലാസ്റ്റ് അമ്മയോട് മാത്രം സംസാരിച്ചത്. അതിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പേയൊക്കെ എന്നെ വിളിച്ചപ്പം ഞാൻ ലീവിന് അപേക്ഷിക്കുന്നുണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പോലീസ് എന്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? പോലീസുകാർ ഇന്നലെ സ്റ്റേഷനിൽ പോയപ്പോൾ ഇത് പ്രത്യേക ആയിട്ട് വിങ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ശ്രമത്തിലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ ആശയം? ഡിഫൻസ് സെക്രട്ടറിക്ക് സുരേഷ് ഗോപിജി ഇത് അയച്ചിട്ടുണ്ട്, ലെറ്റർ അയച്ചിട്ടുണ്ട്. തുടർ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്ന പറഞ്ഞു. വിഷ്ണുവിൻ്റെ വിവാഹം അടുത്ത മാസം 11-ാം തീയതി ആയിരുന്നു. പക്ഷേ 10 ദിവസത്തെ ഡേറ്റിലാണ്, അതായത് 20-ാം തീയതി മുതൽക്കായിരുന്നു ഡേറ്റ് പറഞ്ഞിരിക്കുക, അതായത് അവധി അനുവദിച്ചിരുന്നത്. പക്ഷേ അതിന് മുമ്പായി തന്നെ മുൻകൂട്ടി അവധി വാങ്ങിയെന്നാണ് നിങ്ങൾ അറിയുന്നത്? മുൻകൂട്ടി അവധിക്ക് അവൻ അപേക്ഷിച്ചിട്ടുണ്ട്. അവിടുന്ന് കിട്ടിയ വിവരം എന്താ വെച്ചാൽ അവൻ എമർജൻസി ആയിട്ട് പെട്ടെന്ന് ലീവ് ചോദിച്ചിട്ടുണ്ട്. സഹോദരന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 10 ദിവസത്താണ് പറഞ്ഞത്. അതാണ് അവിടുന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിലൊരു സംശയം, 20-ാം തീയതി മുതൽക്കാണ് ലീവിന് അപേക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ കല്യാണം ജനുവരി 11-ാം തീയതിയാണ്. ഈ 11-ാം തീയതിക്കുള്ളിൽ അദ്ദേഹം വന്ന് മടങ്ങി വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അതാ അങ്ങനെയാണ്. ലീവ് നീട്ടിക്കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. എൻ്റെ പണിയും പിന്നെ കല്യാണത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ട് പോയിട്ട് കല്യാണത്തിന് വേണ്ടി പിന്നെയും വരാമെന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങളൊരു നിഗമനം, എന്താണ് നിങ്ങൾ ആശങ്കപ്പെടുന്നത്? നിങ്ങൾ ആശങ്കപ്പെടുന്ന ഈ സന്ദേശം മാത്രമേ കിട്ടുന്നുള്ളൂ. ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് പിന്നെ ഒരു വിവരമില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ് നാട്ടുകാരും എല്ലാവരും കുടുംബങ്ങളും ഒക്കെ വെറുതെ ഇതിലാണ്. സുജയ, ഏതായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇന്ന് തന്നെ അന്വേഷണ സംഘം പൂനെയിലേക്ക് തിരിക്കും. അവിടെ ചെന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയും. ഒരു ശുഭവാർത്തയ്ക്കായി നമുക്കും കാത്തിരിക്കാം. 17-ാം തീയതി കാണാതായതാണ്. ഇപ്പോൾ 5 ദിവസമായിരിക്കുന്നു. അമ്മയ്ക്ക് അവസാനം ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചതാണ് വിഷ്ണു. അപ്പോൾ എരഞ്ഞിക്കലിലെ വീട്ടിലേക്ക് വിഷ്ണു തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം. പ്രത്യേക അന്വേഷണ സംഘം പൂനെയിലെത്തി നടത്തുന്ന അന്വേഷണത്തിൽ വിഷ്ണുവിനെ കണ്ടെത്തട്ടെ.